ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കീസ് അതുപോലെ റിലേഷണൽ ഡേറ്റാബേസ് ഇതിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് മോഡലാണ്. മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. model stands for an entity relationship model. It is a high-level data model. This model is used to define the data elements and relationships for a specified system. It develops a conceptual design for the database. It also develops a very simple and easy to design view of data. In modeling, the database structure is portrayed as a diagram called an entity relationship diagram. അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും അൽഗോരിതമൊക്കെ എഴുതില്ലേ. അതുപോലെ ഇവിടെയും ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊരു ഹൈ ലെവൽ ഡേറ്റ മോഡൽ ഡയഗ്രമാണ്. മോഡലിനെ പറയുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്നാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ്, ഡേറ്റാബേസിനകത്ത് വരുന്ന എലമെൻറ്റ്സും അത് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് പറയാം ഒരു ഡേറ്റാബേസിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം. അതായത് ഒരു എൻജിനീയേഴ്സൊക്കെ ഒരു ബിൽഡിങ്ങൊക്കെ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ അവരാദ്യം എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ. അതേപോലെ ഡേറ്റാബേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻ്റാണ് മോഡൽ. ഓക്കെ, മോഡൽ ഇല്ലേ, മോഡലിൽ ഡയഗ്രമാറ്റിക്കലിയാണ് ഇതിനെ ഈ എൻറ്റിറ്റീസും റിലേഷൻസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. ഇതിനെ യൂസ് ചെയ്യുന്ന ഡയഗ്രാമാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. ഇനി ഇതിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇതൊരു ഗ്രാഫിക്കൽ വ്യൂ ആണ് തരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈനേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് റിയലി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഈസി ടു കോംപ്രിഹെൻഡ്, സോ ഡെവലപ്പേഴ്സ് ക്യാൻ യൂസ് ഇറ്റ് ടു ഇൻറ്ററാക്ട് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. രണ്ടാമത്തത് ഡേറ്റാബേസ് ഡിസൈൻ. ദിസ് അപ്രോച്ച് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഡേറ്റാബേസ് ഡിസൈൻ ആൻഡ് എയ്ഡ്സ് ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഡേറ്റാബേസസ്. ഡയഗ്രാം. ദ ഡയഗ്രാം ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി മോഡൽ. ഈ 3 ഫീച്ചേഴ്സാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പിന് ഉള്ളത്. ഇനി ഇതിനകത്ത് വരുന്ന കമ്പോണൻസ്, ഡയഗ്രത്തിൽ വരുന്ന കമ്പോണൻസ് നോക്കാം. മോഡലിൽ 3 കമ്പോണൻസ് ആണ് വരുന്നത്: എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻ. എൻറ്റിറ്റി തന്നെ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടി വരുന്നു. ആട്രിബ്യൂട്ടും റിലേഷനും 4 ടൈപ്പ് വരുന്നുണ്ട്. ആട്രിബ്യൂട്ട്, കീ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, 4 ടൈപ്പാണ് വരുന്നത്. റിലേഷൻ ആണെങ്കിലും 1 to 1, 1 to many, many to 1, many to many, 4 റിലേഷൻസാണ് ഉള്ളത്. ഓക്കെ, ഇതിന് മുന്നേ ഈ ഒരു ഡയഗ്രത്തിൽ ഈ എൻറ്റിറ്റി എങ്ങനെയാണ്, ആട്രിബ്യൂട്ടിനെ എങ്ങനെയാണ്, റിലേഷനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ കമ്പോണൻസിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾസ് യൂസ് ചെയ്യും. എൻറ്റിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്, എൻറ്റിറ്റിയാണ്. അതുപോലെ ആട്രിബ്യൂട്ടിനെ ഓവൽ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലിപ്സ്. റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയമണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ കമ്പോണൻസും നോക്കാം. ഫസ്റ്റ് വരുന്നത് എൻറ്റിറ്റി. ആൻ എൻറ്റിറ്റി മേ ബി എനി ഒബ്ജക്റ്റ്, ക്ലാസ്, പേഴ്സൺ ഓർ പ്ലേസ്. ഇൻ ദ ഡയഗ്രാം ആൻ എൻറ്റിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റെക്റ്റാങ്കിൾ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ലിവിങ് തിങ് ആകാം, അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ് ആകാം. അതായത് ഒരു ഒബ്ജക്റ്റ്, ക്ലാസ്, പേഴ്സൺ, പ്ലേസ്, ഇതെല്ലാം എന്താണ്, എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഒരു സ്കൂളിലെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി എന്ന് പറയാം. അതുപോലെ ആ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, കോഴ്സ് പഠിക്കും. അപ്പോൾ ആ കോഴ്സ് എന്ന് പറയുന്നതും എൻറ്റിറ്റീസാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയാണ്, കോഴ്സും എൻറ്റിറ്റിയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, സ്റ്റഡിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, റെക്റ്റാങ്കിൾസ്. അപ്പോൾ നമുക്ക് 2 എൻറ്റിറ്റീസാണുള്ളത്, സ്റ്റുഡൻറ്റ്, കോഴ്സ്. ഓക്കെ, ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്, സ്റ്റുഡൻറ്റ്, സ്റ്റഡി, കോഴ്സ്. ഇവിടുത്തെ സ്റ്റുഡൻറ്റും അതുപോലെ കോഴ്സുമാണ് എൻറ്റിറ്റീസ്. ഇനി വീക്ക് എൻറ്റിറ്റി എന്താണെന്ന് നോക്കാം. ആൻ എൻറ്റിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ എൻറ്റിറ്റി കോൾഡ് എ വീക്ക് എൻറ്റിറ്റി. ദ വീക്ക് എൻറ്റിറ്റി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി കീ ആട്രിബ്യൂട്ട് ഓഫ് ഇറ്റ്സ് ഓൺ. ദ വീക്ക് എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡബിൾ റെക്റ്റാങ്കിൾ. വീക്ക് എൻറ്റിറ്റി എന്ന് വെച്ചാൽ
ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് എങ്കിൽ ആ എൻറ്റിറ്റിയാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂം വരുന്നു. ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ വരുന്നത് സ്കൂളെന്ന് പറയുന്ന ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലെ ഒരു വീക്ക് എൻറ്റിറ്റിയാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. വീക്ക് എൻറ്റിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ റെക്റ്റാങ്കിളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, അവിടെ വരുന്ന ഒരു വീക്ക് എൻറ്റിറ്റി ഏതാണ്? ക്ലാസ് റൂം. ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷനും ഉണ്ട്. നെക്സ്റ്റ് വരുന്ന കമ്പോണൻ്റാണ് ആട്രിബ്യൂട്ട്. അപ്പോൾ എൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായി, അതിൽ വീക്ക് എൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി വരുന്നത് ആട്രിബ്യൂട്ട്. ദ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റി. എലിപ്സ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, ID, ഏജ്, കോൺടാക്റ്റ് നമ്പർ, നെയിം എക്സെട്ര ക്യാൻ ബി ആൻ ആട്രിബ്യൂട്ട്സ് ഓഫ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് വരാം. ഇതൊക്കെ വരാം, നെയിം വരാം, ഏജ്, ഫോൺ നമ്പർ, ID, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ സ്റ്റുഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പം സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഇപ്പം അനു എന്നാണ് സ്റ്റുഡൻറ്റ്, ഇത്ര വയസ്സുണ്ട്, ഫോൺ നമ്പർ ഇതാണ്, ID ഇതാണ്, ഇങ്ങനെ നമുക്ക് ഈ ഡയഗ്രാം വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എൻറ്റിറ്റിയുമായിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എൻറ്റിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓവൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്? ID, ഫോൺ നമ്പർ, നെയിം, ഏജ്. ആട്രിബ്യൂട്ട് തന്നെ 4 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, കീ ആട്രിബ്യൂട്ട്. ദ കീ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പ്രൈമറി കീ. ദ കീ ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ എലിപ്സ് വിത്ത് ദ ടെക്സ്റ്റ് അണ്ടർലൈൻഡ്. അതായത് നമ്മൾ കീസൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഒരു ടേബിളിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ്, അതിൽ ഓരോ റോസിനെയും നമുക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ് പ്രൈമറി കീ. ഇതുപോലെ ഒരു ആട്രിബ്യൂട്ടിൽ മെയിനായിട്ട് വരുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്, ഒരു എൻറ്റിറ്റിയിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സിൽ മെയിൻ ആട്രിബ്യൂട്ടിനെ ആണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കീ ആട്രിബ്യൂട്ട് ഒരു പ്രൈമറി കീ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കി ഇതിൽ പ്രൈമറി കീ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ID എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട്. അതായത് ID ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ID എന്ന് പറയുന്നതാണ് കീ ആട്രിബ്യൂട്ട്. അതായത് ആട്രിബ്യൂട്ട് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൈമറി കീനെയാണ്. നെക്സ്റ്റ് വൺ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് കമ്പോസ്ഡ് ഓഫ് മെനി അതർ ആട്രിബ്യൂട്ട്സ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് അത് ഒരുപാട് ആട്രിബ്യൂട്ടുമായിട്ട്, അതായത് ഒരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സും അതിൻ്റെ സബ് ഡിവിഷൻസ് വരുവാണെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് എലിപ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നെയിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വരാം? ഫസ്റ്റ് നെയിം വരാം, മിഡിൽ നെയിം വരാം, ലാസ്റ്റ് നെയിം വരാം. അങ്ങനെ വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ്. ഇത് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടുമായിട്ട് വരുന്ന കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വരുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. An attribute can have more than one value. These attributes are known as multi-valued attribute. The double oval is used to represent a multi-valued attribute. ഇതൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാം എങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ മൾട്ടി വാല്യൂഡ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്പറല്ല, ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ കാണും. നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് 2-3 ഫോൺ നമ്പറൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള കോളംസ് ഉണ്ടാകും. അതാണ് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പേഴ്സ് വരാം. അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാകാം ഫോൺ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു ആട്രിബ്യൂട്ടിന് തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്സിനെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി എടുക്കുന്നു, റോൾ നമ്പറുണ്ട്, നെയിമുണ്ട്, ഏജ്, ഫോൺ നമ്പർ. ഇവിടെ മൾട്ടി വാല്യൂഡ് ആയിട്ട് വരുന്ന ഏതാണ്? ഫോൺ നമ്പർ. അതിനെ ഡബിൾ എലിപ്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്.
Last one, derived attribute. An attribute that can be derived from other attribute is known as a derived attribute. It can be represented by a dashed ellipse. For example, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരുന്നു. അപ്പോൾ അതിൽ ഏജ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓരോ സമയം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഏജും വെക്കും, പിന്നെ എന്താ കൊടുക്കും, അതിൻ്റെ കൂടെ നമ്മൾ ബർത്ത് ഡേറ്റും വെക്കും. ഈ ബർത്ത് ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോൾ ആ ഏജ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ആട്രിബ്യൂട്ടിനെ മറ്റൊരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ എന്തെന്ന് പറയും, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇവിടെ ഏതാണ്, ഏജാണ്. ഏജ് മാറിയാലും നമുക്ക് ബർത്ത് ഡേറ്റ് വെച്ചിട്ട് ഏജിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡാഷ്ഡ് ലൈൻ വെച്ചിട്ടാണ്. അതുപോലെ എലിപ്സ് ഷേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ആട്രിബ്യൂട്ട്സ്. നമ്മളിപ്പം ഏതൊക്കെ പഠിച്ചു, എൻറ്റിറ്റിയും നോക്കി, അതുപോലെ ആട്രിബ്യൂട്ടും നോക്കി. ലാസ്റ്റ് വരുന്ന കമ്പോണൻ്റാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, എ റിലേഷൻഷിപ്പ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. ഡയമണ്ട് ഓർ റോംബസ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻറ്റിറ്റീസ്, രണ്ട് എൻറ്റിറ്റീസ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനെ ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ് സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു, സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കോഴ്സ് പഠിക്കുന്നു. ഓക്കെ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും കോഴ്സ് എന്ന് പറയുന്നതും രണ്ട് എൻറ്റിറ്റീസാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, സ്റ്റഡി. അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ്, ഓക്കെ, ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ്സ്. അപ്പം അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പാണ്. സ്റ്റുഡൻറ്റ്, കോഴ്സ്, ഓക്കെ, സ്റ്റഡി. അല്ലെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എംപ്ലോയി ഇവിടെ ഒരു ആട്രിബ്യൂട്ട്, അതുപോലെ കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു എൻറ്റിറ്റി. എംപ്ലോയി ഒരു എൻറ്റിറ്റി, കമ്പനി എന്ന് പറയുന്ന എൻറ്റിറ്റി ആണെങ്കിൽ വർക്ക്സ് എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പും 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് 1-to-1 റിലേഷൻഷിപ്പ്. വെൻ ഓൺലി വൺ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് 1-to-1 റിലേഷൻഷിപ്പ്. അതായത് ഒരു എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് അതിന് ഒറ്റ റിലേഷൻഷിപ്പേ കാണും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എടുക്കുന്നു, സ്റ്റുഡൻറ്റും ID കാർഡ്, ഒരു സ്റ്റുഡൻറ്റിന് ഒരു ID കാർഡേ കാണും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് 1-to-1. ഇപ്പോൾ സ്റ്റുഡൻറ്റും ID കാർഡും തമ്മിലുള്ള റിലേഷൻ ഒന്നേ ഉള്ളൂ, അതാണ് 1-to-1 റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാൻ മാരി 1 മെയിൽ ആൻഡ് മെയിൽ ക്യാൻ മാരി 1 ഫീമെയിൽ. അതെങ്ങനെയാണ് നമുക്ക് കാണിക്കാം, ഒരു ഫീമെയിൽ അതുപോലെ ഒരു മെയിൽ, ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റീസാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, മാരി. ഒരു ഫീമെയിൽ ഒരു മെയിലിനെ മാരി ചെയ്യുന്നു, ഒരു മെയിൽ ഒരു ഫീമെയിലിനെ മാരി ചെയ്യുന്നു. ഇത് 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1-to-many റിലേഷൻഷിപ്പാണ്. 1-to-many. When a single element of an entity is associated with more than one element of another entity, it is called a 1-to-many relationship. അതായത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ടിന് ഒരുപാട് റിലേഷൻ കാണും. അതായത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ടേ കാണും. ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്, എന്നാൽ റൈറ്റ് സൈഡിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകാം. പക്ഷേ ഇവർ തമ്മിൽ ഒരു കോമൺ റിലേഷൻഷിപ്പാണ് വരുന്നത്. അതായത് കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. കസ്റ്റമർ ഒന്നേ ഉള്ളൂ അല്ലേ, കസ്റ്റമർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി. അതുപോലെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു എൻറ്റിറ്റിയാണ്. കസ്റ്റമർ ഒരു ഓർഡർ ആയിരിക്കുമോ പ്ലേസ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. പക്ഷേ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇതാക്കാൻ പറ്റുന്നു അല്ലേ. ഇവിടെ കസ്റ്റമർ, അതുപോലെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീച്ചർ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയല്ല പഠിപ്പിക്കുന്നത്, ഒന്നിൽ കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്യും, പഠിപ്പിക്കും. അതാണ് കസ്റ്റമർ ഓർഡർ. നമുക്കിവിടെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. കസ്റ്റമർ ഓർഡർ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്താണ്, ഒന്നേ ഉള്ളൂ, എന്നാൽ ഈ റൈറ്റ് സൈഡിൽ മെനി ഉണ്ടാകാം. അതാണ് 1-to-many റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വരുന്നത് many-to-one റിലേഷൻഷിപ്പ്. When more than one instance of the entity on the left and only one instance of the entity on the right associated with the relationship, then it is known as many-to-one relationship. അതായത് ഒരു സൈഡിൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ കാണും, മറ്റേ സൈഡിൽ ഒന്നേ കാണും. അങ്ങനെയുള്ളതെങ്കിൽ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പേ ഉണ്ട്. ഇതിനെയാണ് many-to-one എന്ന് പറയുന്നത്. അതായത് മെനി എൻറ്റിറ്റീസിന് ഒരു സാധനവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്.
അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് പഠിക്കുന്നു. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു? ഒരു കോഴ്സ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാത്രമായിരിക്കും ആ കോഴ്സ് പഠിക്കുന്നത്? അല്ല, ഒരുപാട് സ്റ്റുഡൻസ് ഒരു കോഴ്സ്. ഇപ്പോൾ ബിടെക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത് ഒരു കോഴ്സേ ഉള്ളൂ, പക്ഷേ സ്റ്റുഡൻസ് എന്തുണ്ട്? ഒരുപാടുണ്ട്. അതാണ് മെനി ടു വൺ. മെനി എൻറ്റിറ്റീസിന് ഒരു എൻറ്റിറ്റിയുമായിട്ടുള്ള റിലേഷൻ വരുന്നു. സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു? എൻറോൾ. ഓക്കെ, എൻറോൾ കോഴ്സ്. അപ്പം സ്റ്റുഡൻറ്റ് എത്ര ഉണ്ട്? മെനി ഉണ്ടാകാം. കോഴ്സ് എന്താണ്? 1. അങ്ങനെ മെനി ടു വൺ റിലേഷൻഷിപ്പ്. ലാസ്റ്റ് വരുന്നത് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. When more than one instance of the entity on the left and more than one instance of entity on the right associated with the relationship, then it is known as many to many relationship. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഇൻസ്റ്റൻസ് കാണും, റൈറ്റ് സൈഡിലും ഒരുപാട് ഇൻസ്റ്റൻസ് കാണും, പക്ഷേ ഇവർ കോമൺ ആയിട്ടും എന്ത് ചെയ്യും? ഒരു റിലേഷനേ ഉള്ളൂ. അതായത് ഒരു റിലേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലും ഒരുപാട് എൻറ്റിറ്റീസ്, റൈറ്റ് സൈഡിലും ഒരുപാട് എൻറ്റിറ്റീസ്, ഇങ്ങനെ വരികയാണെങ്കിൽ മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസും ഉണ്ട്, പ്രോജക്ട്സും ഉണ്ട്. ഒരുപാട് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രോജക്ട്സിനെ അസൈൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് മെനി ടു മെനി റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എംപ്ലോയി ഉണ്ട്, അതുപോലെ പ്രോജക്റ്റും ഉണ്ട്. ഇത് രണ്ടും എൻറ്റിറ്റീസാണ്. ഇവർ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്യുന്നു. അപ്പം മെനി എംപ്ലോയീസ് ഉണ്ടാകാം, മെനി പ്രോജക്ട്സും ഉണ്ടാകാം. അപ്പം മെനി ടു മെനി റിലേഷൻഷിപ്പ് ഇതാണ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ER മോഡലിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അതിലെ കമ്പോണൻസ്, അതായത് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്സ്, ഇതിൻ്റെ ടൈപ്സും ഇതിലെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.